വയനാട്ടിലെ ഏറ്റവും മനോഹരമായ ട്രെക്കിംഗ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മിക്ക ആളുകൾക്കും ഒരൊറ്റ ഉത്തരമായിരിക്കും. മറ്റൊരിടത്തും കാണാത്തത്ര മനോഹരമായ ക്ലൗഡ് ബെഡിന്റെ ദൃശ്യവിസ്മയം നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം കുറുമ്പാലക്കോട്ട. കൽപ്പറ്റ മാനന്തവാടി റൂട്ടിൽ കമ്പളക്കാട് നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ എത്താൻ സാധിക്കും. അതിരാവിലെ പോയാൽ മാത്രമേ ക്ലൗഡ് ബെഡ് ഉണ്ടാവൂ, അതും മഞ്ഞുള്ള ദിവസങ്ങളിൽ മാത്രം. സാധാരണയായി നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വയനാട്ടിലെ മഞ്ഞുകാലം. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ഈ സമയങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കുറുമ്പാലക്കോട്ടയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വയനാടിൻ്റെ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഒരു കിഡിലൻ സ്പോട്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ സൂപ്പർ ഹിറ്റായ ശേഷം ഗുണ കേവ് കാണാൻ പോകുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നാൽ അതുപോലൊരു അടിപൊളി സ്പോട്ട് നമ്മുടെ വയനാട്ടിലുമുണ്ട്. ഭീമൻ പാറകൾക്കിടയിൽ ഒരുപാട് ഗുഹകൾ. അതിൽ ചിലതൊക്കെ ആളുകൾക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തത്ര വലുതാണ്. ഈ അടുത്ത കാലത്ത് വരെ ഇത് കടുവകളുടെ വാസസ്ഥലമായിരുന്നതിനാൽ നാട്ടുകാർ ഈ സ്ഥലത്തെ കടുവാക്കുഴി എന്നാണ് വിളിക്കുന്നത്. മഴക്കാലത്ത് പോകുന്നവർ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് മുൻകരുതലോടെ വേനൽക്കാലത്ത് ശ്രമിക്കാവുന്നതാണ്. സ്ഥലം എവിടെയാണെന്നല്ലേ? അമ്പലവയൽ കാരാപ്പുഴ റോഡിലുള്ള ചീങ്ങേരിമല കടുവാക്കുഴി. വയനാട് സന്ദർശിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. നിറയെ അമ്പലമൊക്കെ വിരിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കുടുംബമൊക്കെ ആയി പോയിരിക്കാവുന്ന ഒരിടം. ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരുടെ മികച്ച ഒരു ചോയ്സാണ് ഈ സ്ഥലം. ഭാവിയിൽ ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആവാൻ സാധ്യതയുള്ള ഈ സ്ഥലം എവിടെയാണെന്നല്ലേ? കാരാപ്പുഴ ഡാമിന് പുറകുവശം അമ്പലവയൽ നെല്ലറച്ചാൽ. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക.